ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരക്കപ്പ് ചോറ് കൊണ്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചോറ് അരയാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ തരികളൊന്നും ഇല്ലാതെ വേണം നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക. അത് അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. ഇപ്പോൾ നമ്മളെടുക്കുന്ന അരിപ്പൊടി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവ് വരിക. ഇത് കലക്കിയെടുത്തതിന് ശേഷം അവസാനം ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ് കണ്ടില്ലേ, ആ ഒരു ക്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് ഈ ഒരു മാവ് റെഡിയാക്കാനായിട്ട് വേണ്ടി വന്നത്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറികളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഒരു ചൂട് ചായക്കൊപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നേരം വൈകി എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 2 ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഉണ്ടാകാതിരുന്നത്. ഇപ്പോൾ അതെ ഒരു കോഴിമുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക നല്ല ടേസ്റ്റാണ്. അപ്പോൾ കോഴിമുട്ട കഴിക്കാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഴിമുട്ട കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായി വരും. അതിനനുസരിച്ച് ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചെറിയ ചോപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സവാളയുടെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള അളവിലാണെങ്കിൽ ഒരു പകുതി സവാളയുടെ മാത്രം മതിയാകും. ഒരു സവാളയുടെ പകുതി മാത്രം മതിയാകും. ഇതിലേക്ക് എരിവിനാവശ്യമായ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് വരെ ആക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. വളരെ കുനുകുനാന്നൊന്ന് കട്ട് ചെയ്തെടുത്താലും മാത്രം മതി. എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതും കൂടി നമുക്ക് ഈ മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം നമ്മൾ ചുടേണ്ട ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഇതേപോലെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, ലോ ഫ്ലെയിമിലും വെക്കേണ്ട. ഒരു മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് മുഴുവനും ഇങ്ങനെ ചുട്ടെടുക്കാം. മാവിൻ്റെ ഈ ഇതാണ് ഒരു കൺസിസ്റ്റൻസി. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. പിന്നെ അതേ മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ആകുമ്പോൾ ഈ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കൂടി ഓയിലൊന്ന് ആക്കി കൊടുക്കുക. ഓയിലല്ല, നല്ലെണ്ണയൊന്ന് ആക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലെണ്ണയോ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് നമ്മൾ റെഡിയാക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ 2 ഭാഗവും ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളാണ്. ഒരു ചായക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് മാവ് പതുക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിലേക്ക് കോരി ഒഴിച്ചാൽ മതിയാകും. ഇതേപോലെ ഞാൻ മുഴുവനും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.